വരൂ രാജൻ, ലെറ്റ്സ് ഗോ. അങ്ങനല്ല മോളെ, ഇതാ നോക്ക്. കളിക്കാൻ വരുന്നോ? കല്ലുമുട്ടി കളിക്കാൻ? എന്താ രാജൻ? സർ, നത്തിങ് സർ. ഇത് തന്നെയല്ലേ നിങ്ങളുടെ മകൾ? അതെ സാർ. ഈ കുട്ടിക്ക് മാനസികമായി എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? സാർ എന്താണ് ഈ ചോദിക്കുന്നത്? എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സാർ. അന്ന് രാവിലെ കോളേജിലേക്ക് ഇറങ്ങിയതാ, പിന്നെ തിരിച്ചു വന്നതേയില്ല. എത്ര ദിവസമായി അവളെ കുറിച്ച് ഒരു വിവരവുമില്ല സാർ. എന്റെ മോൾക്ക് എന്ത് പറ്റിയാവോ? അവൾക്ക് ഒരാപത്തും പറ്റിയിട്ടില്ല. സാർ അവളെ കണ്ടോ? എന്റെ രേവതി കുഞ്ഞെവിടെ? അമ്മ വിഷമിക്കാതിരിക്കൂ, കഴിയും വേഗം ഞങ്ങൾ അവളെ തിരിച്ചു കൊണ്ടുതരും. എനിക്ക് അവളെ ഉള്ളു സാർ. എന്റെ മോൾക്ക് എന്തെങ്കിലും വന്നാൽ എന്റെ രേവതി മോളെ മോളെ. ശൈലജ എന്നല്ല, രേവതി എന്നാണ് അവളുടെ പേര്. ആയിരിക്കാം. എനിക്കറിയേണ്ടത് അവളെ കൊണ്ടുവന്നവരാരാണെന്നാണ്. പേര് അതല്ലെന്ന് പറയുമ്പോൾ വന്നവർ ശരിയായ മേൽവിലാസം തന്നിരിക്കൂ. വലിയ ശുപാർശയില്ലാതെ അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അന്ന് ഡ്യൂട്ടിയിൽ താങ്കളായിരുന്നു, നിങ്ങൾക്ക് സത്യം അറിയാം. Then why not? സത്യം പറയിച്ചോളൂ, അതല്ലേ ജോലി. ഞങ്ങളുടെ രീതി അനുസരിച്ച് സത്യം പറയിപ്പിച്ചാൽ പിന്നെ അധികകാലം സംസാരിക്കാനായെന്ന് വരില്ല. പ്ലീസ് ഡോണ്ട് ലാഫ്. സോറി മിസ്റ്റർ രാജൻ, എനിക്ക് അവരെ രക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. രാജൻ അവരെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യമല്ല, എന്റെ വ്യക്തിപരമായ ആവശ്യമാണ്. എനിക്ക് അവരെ കുറിച്ച് അറിഞ്ഞേ തീരൂ. ശുപാർശ ചെയ്തത് മറ്റാരുമല്ല, ഇൻസ്പെക്ടർ സാറിന്റെ കാരണവരാ. ഐ മീൻ IG. അങ്ങേരുടെ അളിയനു വേണ്ടി കൂടെ ഉണ്ടായിരുന്നത് വൺ മിസ്റ്റർ സുധീർ കുമാർ. അത്രേ എനിക്കറിയും. ശരി, അവിടെ നിൽക്കാൻ. രേവതി, ഒന്ന് നിൽക്കാൻ. രേവതി, അതാരാ? നോക്കൂത്തിയ ഏട്ടാ, വെറുതെയാ, പേടിപ്പിക്കാനേ കൊള്ളൂ. മോള് ബാ. ഞാൻ കുറച്ചു ദിവസത്തേക്ക് കോടതിയിൽ പോണില്ലെന്ന് വെക്കാം. പകലൊക്കെ ഏട്ടനൊരു സഹായമാവുമല്ലോ. അച്ഛൻ എതിർക്കില്ല. എന്നായാലും ഞാൻ ചെയ്യേണ്ടിയിരുന്ന ജോലിയല്ലേ ഇതൊക്കെ. എനിക്ക് വിട്ടുതരൂ. ഞാൻ വരാം ഏട്ടാ. മോളെ, കുറച്ചു നാളായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിന്റെ ഈ കാത്തിരിപ്പിന് യാതൊരു അർത്ഥമില്ല മോളെ. അച്ഛാ, അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് രാജന്റെ സ്ഥിതി. എന്ന് മാത്രമല്ല, കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. IG-യുടെ അളിയനെ കൊന്നത് രാജനാണെന്നാണ് പുതിയ നിലപാട്. എന്റെ സ്വാധീനം കൊണ്ടാണ് അവൻ അല്പമെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ അത് എത്ര നാൾ സാധിക്കും? മനസ്സുകൊണ്ട് ഞാൻ രാജേട്ടന്റെ ഭാര്യയായി കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞായിരുന്നു ഇങ്ങനൊരു വിധിയെങ്കിൽ ഞാൻ അത് അനുഭവിക്കേണ്ടവളല്ലേ? അത് ജീവിതത്തിന് പ്രയോജനപ്പെടാത്തൊരു തത്വശാസ്ത്രമാണ് മോളെ. മോളെ, ഒരേ ഒരു സീറ്റും വെച്ചുകൊണ്ട് എത്ര കൊലവമ്പം പാർട്ടിയും ഈ വീടിന്റെ മുറ്റത്ത് അച്ഛൻ പറ്റിയ പോലെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ എന്റെ മോളുടെ ജീവിതം കാസ്റ്റിംഗ് വോട്ടിൽ തൂങ്ങിയാടുന്ന ഒരു ഉറപ്പില്ലാത്ത ഭരണമാവുന്നത് ഈ അച്ഛന് സഹിക്കില്ല മോളെ. അച്ഛാ, ദയവ് ചെയ്ത് മേലിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് പ്ലീസ്. നോ, ഐ കാന്റ് ബിലീവ് ഇറ്റ്. വിശ്വസിക്കാതെ വയ്യ സാർ. ഞാൻ സെല്ല് നേരിട്ട് പരിശോധിച്ചതാ. മറ്റൊരാളുടെ സഹായം കൂടാതെ ആർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല.
ആരെങ്കിലും സഹായിച്ചതായി കൂടി? സാധ്യതയുണ്ട്. എന്നാൽ ആദ്യത്തെ കൊലപാതകം നടക്കുന്നതിന് മുൻപേ തന്നെ ഗോപിനാഥൻ മാനസിക രോഗിയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇത്രയും സൗകര്യമുണ്ടായിട്ടും അയാളൊന്ന് രക്ഷപ്പെടാനോ മറ്റ് ശത്രുക്കളെ അന്വേഷിച്ചു പോകാനോ ശ്രമിക്കാൻ ചെയ്യണ്ട. അതുകൊണ്ട് കൊലപാതകയെ അന്വേഷിച്ച് നാം ഗോപിനാഥനെ പിന്തുടരുമ്പോൾ തെറ്റായ വഴിയിലായിരിക്കും എത്തിച്ചേരുക. അപ്പോൾ മിസ്റ്റർ രാഘവേന്ദ്രന്റെ നിഗമനം അതാണോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നം പിന്നെയും സങ്കീർണമാവില്ലേ? അത്ര വലിയ സങ്കീർണതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോപിനാഥനെ മറയാക്കി മറ്റാരോ ചെയ്യുകയാണ്. ദൃക്സാക്ഷികളുടെ മൊഴികൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതാരാവാനാ സാധ്യത? മരണപ്പെട്ടവരുടെ ശത്രുതയുള്ള മറ്റാരുമാവാം, ഗോപിനാഥൻ ഒഴിച്ച്. ഇത്രയും കാലത്തെ അന്വേഷണത്തിലിടയ്ക്ക് ഇൻസ്പെക്ടർ രാജശേഖരനെ സംശയം തോന്നിയോ? എന്നെനിക്ക് തീർച്ച പറയാൻ കഴിയില്ല. എന്നാൽ രാജശേഖരനെയും സംശയിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. Then why not? രാജശേഖരനെ അയാൾ അറിയാതെ ഫോളോ ചെയ്ത് നോക്കൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇരിക്കുക. ഞാൻ തന്നെ വിളിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഗോപിനാഥന്റെ പരീക്ഷണ കാലാവധി ഒരാഴ്ച കൊണ്ട് അവസാനിക്കുക. നമ്മൾ എന്താ റിപ്പോർട്ട് എഴുതുക? ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? എന്തെങ്കിലും തോന്നണമെങ്കിൽ അയാൾ എവിടെയെങ്കിലും നിൽക്കണ്ടേ? ഇത് ഭ്രാന്തിനും ഭ്രാന്തില്ലായ്മയ്ക്കും ഇടയ്ക്ക് ഊഞ്ഞാലാടുക. എങ്കിൽ കാലാവസ്ഥ നിരീക്ഷകരെ പോലെ ഒരു റിപ്പോർട്ട് എഴുതണം. ഭ്രാന്ത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഇടയുണ്ടെന്ന്. തനിക്ക് തമാശ. ഒരു കൊലക്കേസിന്റെ വിധി പറയണ ജസ്റ്റിസിന്റെ മനപ്രയാസം എനിക്ക്. ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാമോ? ഡോക്ടർ ആവശ്യത്തിലേറെ സിൻസിയർ ആവുന്നത് എന്തിനാ? എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കണം. രക്ഷപ്പെട്ട അയാളുടെ ഭാഗ്യം. താൻ എന്നെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യരുത്. നോട്ട് കിട്ടുകൊണ്ട് അവരെന്റെ പിന്നാലെ നടക്കുന്നത്. അയാൾക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യാൻ. അതങ്ങ് വാങ്ങിച്ചേക്കണം സാറേ. എല്ലാവരെയും നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ എളുപ്പം നമ്മളങ്ങ് ചീത്തയാവുന്നതല്ലേ? ഗോപിനാഥിന് മുഴുത്ത ഭ്രാന്താണെന്ന് തന്നെയാ എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എങ്കിൽ അങ്ങനെ എഴുതി അയക്കണം. മടിക്കുന്നത് എന്തിനാ? ഞാൻ പോട്ടെ. എനിക്കാകെ പേടിയാവുകയാണ്. അസുഖം മാറി ഏട്ടൻ വരുമ്പോഴേക്കും ഏട്ടത്തേമ്മയുടെ സ്ഥിതി എന്താകുമെന്ന. ഞാനിതൊക്കെ സഹിക്കേണ്ടവനാ. പക്ഷെ നീ എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ നീ നിന്റെ ജീവിതം നശിപ്പിക്കുക. നഷ്ട ലാഭമൊക്കെ ഞാൻ കണക്കാക്കിക്കൊള്ളാം. അതും പറഞ്ഞിന് വേദനിപ്പിക്കാതിരുന്നാ മതി. സുധേ, ഞാൻ വേണ്ട. ഞാൻ കൊച്ചുകുഞ്ഞൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ എനിക്കറിയാം. എങ്ങനെയാണ് നിന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഏട്ടനെ ഏട്ടത്തിനെയും തിരിച്ചു കിട്ടിയോണ്ട് മാത്രം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. കുക്കുമോളെ കൊന്നവരെയാണ് എനിക്ക് ആവശ്യം. അവരെ കൈ കിട്ടിയാലേ. ഞാൻ കൊന്നു. വെട്ടിയും കുത്തിയും വെടിവെച്ചു. പത്രക്കാരും റേഡിയോക്കാരും വേറെ വേറെ കണക്കാ പറയുന്നത്. കൃത്യമായ കണക്ക് ഇനിയും കിട്ടിയിട്ടില്ല. ഡെഡ് ബോഡീസ് കിട്ടി. ഇതാ എനിക്ക് യോഗം വരണില്ലല്ലോ. നീയും ഒരു ദിവസം ഇതുപോലെ. ഞാനും. നിനക്ക് ചാവണോ? ചാവണം. ഞാൻ കൊന്നുവരാം. വാ. രക്ഷപ്പെട്ടു സുരേന്ദ്ര. ഗോപിനാഥിന് ഭ്രാന്തില്ലാന്ന് തെളിഞ്ഞു. സ്വബോധമില്ലാത്ത ഒരാള് ഇത്ര കൃത്യമായ ഒരാളെ രക്ഷിച്ചു. പൈപ്പിൽ പിടിച്ചിറങ്ങി തോളത്ത് കയറ്റി ആ മോളിൽ കൊണ്ടുവന്നു. ദൈവാധീനം. ഭ്രാന്താണെന്ന് മറ്റേ നമ്മൾ സർട്ടിഫൈ ചെയ്തിരുന്നെങ്കിൽ മഹാ കഷ്ടമായി പോയേനെ. വരും, നമുക്ക് ഗോപിനാഥിനെ ഒന്ന് കാണാം. ഗോപിനാഥ. ഗോപിനാഥൻ ജോണിയെ മാത്രമല്ല ഞങ്ങളെ കൂടെ രക്ഷിച്ചത്. ഈ ഭ്രാന്തും കൂത്തുമൊക്കെ വെറും അഭിനയായിരുന്നല്ലേ? ഏതായാലും ദൈവം എന്റെ കൂടെയാ. അല്ലെങ്കിൽ ജോണിക്ക് അങ്ങനെ കിണറ്റിൽ വീഴാനും ഗോപിനാഥൻ രക്ഷിക്കാനും തോന്നുന്നു. ഡോക്ടർ, എഴുതാൻ പോകുന്ന റിപ്പോർട്ട് മുഴുവൻ ഗോപിനാഥനോട് പറയാൻ തുടങ്ങണോ? ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷ സുരേന്ദ്ര. വരൂ. ഉണങ്ങാനിട്ടിരിക്കുക. പാവാകെ നനഞ്ഞു പോയി. അവിടെ എത്തുമ്പോഴേക്ക് എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നതെന്ന് ദൈവം നമ്പാനെ അറിയൂ. സാധനങ്ങൾ അപ്പോഴേക്കും കടൽ കടന്നിരിക്കും. പിന്നെ നീ എന്തിനായി പേടിക്കുന്നത്? വീഡിയോ കാസറ്റുകൾ അല്ലടാ പ്രശ്നം, ഫിലിം നെഗറ്റീവ്സാ. രേഖകളിരിക്കുന്ന സ്ഥലം പോലും അവൻ മണത്തെറിഞ്ഞിരിക്കുന്നു എന്നാ സംശയം. തെളിവുകളെല്ലാം നശിപ്പിച്ച് ഞാൻ മടങ്ങും. ഏതായാലും 3-4 ദിവസം പിടിക്കും.
ആ മെന്റൽ ഹോസ്പിറ്റലിലെ പെണ്ണിനെ നീ കൈകാര്യം ചെയ്തേക്കണം. അതൊരാഴ്ചക്കകം ഞാൻ ക്ലീൻ ആക്കും, അല്ലാതെ വേറെ വഴിയില്ല. ചെല്ലേ. റൈറ്റ്. യാത്ര പറഞ്ഞു പോന്നു അല്ലേ? ഇനി 3-4 ദിവസത്തേക്ക് ആരും അന്വേഷിക്കില്ലല്ലോ? നോ, എനിക്കൊരു ദിവസം മതി അല്പ പരദൂഷണം പറയാൻ. പോവാം. എനിക്ക് നല്ല സുഖമില്ല, ഉരുട്ടാനും വരട്ടാനുള്ള ആരോഗ്യവുമില്ല. ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഉത്തരം പറയണം. എന്റെ പട്ടി പറയില്ലടാ. അല്ലേലും ഞങ്ങളോട് ആരും മനസ്സറിഞ്ഞ് സത്യം പറയാറില്ല, ഞങ്ങൾ പറയിക്കാറാ. നിന്നെ ഇവിടെ കൊന്നു കുഴിച്ചു മൂടിയാൽ പോലും ഒരുത്തനും ചോദിക്കില്ല. കെട്ടിയിട്ടില്ലടാ വീരവാദം. അഴിച്ചുവിട്. അതിന് നമ്മൾ ധർമ്മയുദ്ധം ചെയ്യാൻ പോവല്ലോ. ദേ, എന്നെ കൊണ്ട് വെറുതെ അധ്വാനിപ്പിക്കരുത്. ആ രേവതിക്ക് എങ്ങനെ ഭ്രാന്ത എന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്കറിയില്ല. നിനക്ക് നല്ല ഭാഷ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ഓടിക്കളത് പേടിച്ചു പോയേ. ഞാൻ ചുമ്മാ തമാശ.